ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ചാലക്കുടി പുഴയിൽ ചാടിയ 4 അംഗ മോഷ്ടാക്കളുടെ സംഘം രക്ഷപ്പെട്ടതായി മൊഴി. ട്രാക്കിലൂടെ മുരിങ്ങൂരിലെത്തിയ സംഘം കൊരട്ടി വഴി അങ്കമാലിക്ക് പോയതായി ഓട്ടോ ഡ്രൈവറാണ് മൊഴി നൽകിയത്. റെയിൽവേ സ്റ്റേഷന് സമീപം സ്വർണ്ണടപാട് നടന്നുവെന്നും വ്യാജ സ്വർണം നൽകി 4 ലക്ഷം രൂപയോളം തട്ടി 4 സംഘം രക്ഷപ്പെട്ടുവെന്നുമാണ് സൂചന. തൃശൂരിനെ വിറപ്പിച്ച് മിന്നൽ ചുഴലി. ജില്ലയിൽ വ്യാപക നാശം. ആളുകൾക്ക് പരിക്കേറ്റു. വീടുകൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. കുന്നംകുളം മേഖലയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തൃശൂർ പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു. നടത്തറ ഐക്യനഗർ സ്വദേശി സതീഷാണ് കൊല്ലപ്പെട്ടത്. 3 അംഗ സംഘമാണ് സതീഷിനെ കൊലപ്പെടുത്തിയത്. 3 പ്രതികളും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി 11:30ഓടെയാണ് സംഭവം. അഴീക്കോട് മുനമ്പം ഫെറിയിലെ ബോട്ട് സർവീസ് തുറമുഖ വകുപ്പ് തടഞ്ഞു. ബോട്ടിന് ആവശ്യമായ വാർഷിക പരിശോധനാ റിപ്പോർട്ടും ക്രൂസ് ലൈസൻസും യോഗ്യതയുള്ള ജീവനക്കാരും ഇല്ലാത്തതിനാലാണ് ശനിയാഴ്ച മുതൽ സർവീസ് തടഞ്ഞത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ പരിശോധനയിൽ ആവശ്യമായ രേഖകൾ ഇല്ലാത്തതിനാൽ 25,000 രൂപ പിഴയിട്ടിരുന്നുവെങ്കിലും കരാറുകാർ തുക അടച്ചിട്ടില്ലെന്ന് പോർട്ട് ഓഫീസർ എസ് കിരൺ പറഞ്ഞു. കൊടുങ്ങല്ലൂരിലെ 3 വനിതാ നേതാക്കളടക്കം 8 BJP നേതാക്കളുടെ പേരിൽ പോലീസ് കേസെടുത്തു. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്ത വിശ്രമ കേന്ദ്രത്തിന് കഴിഞ്ഞ വർഷം ദേവസ്വം അനുമതി നിഷേധിച്ചിരുന്നു. ഇതേ തുടർന്ന് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തതെന്നാണ് അറിയുന്നത്. അഷ്ടമചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത രീതിയിൽ അമ്പിളിക്കൽ എന്ന പേരിൽ ഗൂഗിൾ മീറ്റ് സംവാദം നടന്നു. മുൻ ISRO ചെയർമാൻ G മാധവൻ നായർ കുട്ടികളുമായി 1 മണിക്കൂറോളം ഗൂഗിൾ മീറ്റിൽ സംവാദം നടത്തി. കർണാടക സർക്കാരുമായും ദുരന്ത നിവാരണ സേനയുമായി ബന്ധപ്പെട്ട് അർജുന്റെ രക്ഷയ്ക്കായി സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. പറവൂർ താലൂക്ക് സഹകരണ ബാങ്കിലേക്കും കുഴൂർ സർവീസ് സഹകരണ ബാങ്കിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന്റെ സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ചാലക്കുടി ഗവൺമെന്റ് MRSലെ ഗ്രൗണ്ട് ലഭ്യമാക്കാൻ നടപടി ഊർജിതമാക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ ചാലക്കുടി നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ +2 വരെ 320ഓളം കുട്ടികൾ താമസിച്ച് പഠിച്ചു വരുന്നുണ്ട്. പറവൂരിലെ ദേശീയപാത 66ന്റെ നിർമ്മാണം ജനങ്ങൾക്ക് തീരാ ദുരിതമായി മാറുന്നെന്നാരോപിച്ച് നാഷണൽ ജനതാദൾ പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NH ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിഷേധ ധർണ നടത്തി. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ NM Pearson ധർണ ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.